വെച്ചതിൽ ദുആയെക്കുറിച്ച് പറഞ്ഞപ്പോൾ റമദാനിന് ശേഷവും നമുക്ക് ഉപകരിക്കുന്ന ദുആ ഏറ്റവും കൂടുതൽ സ്വീകരിക്കപ്പെടുന്ന ഒരു 6 സമയങ്ങളെക്കുറിച്ച് പറയാമെന്ന് പറഞ്ഞിരുന്നു. അതുമാത്രം സൂചിപ്പിച്ച് അവസാനിപ്പിക്കും. നമ്മൾ മെനഞ്ഞാന്ന് ആദാബു ദുആ പറഞ്ഞിരുന്നു, ദുആയുടെ മര്യാദകൾ. ആ മര്യാദകൾ പറഞ്ഞ കൂട്ടത്തിൽ അത് പറഞ്ഞ പണ്ഡിതൻ ഒരു 6 സ്ഥലങ്ങളെ എണ്ണി പറയുന്നുണ്ട്. ദുആ അധികവും സ്വീകരിക്കപ്പെടാൻ സാധ്യത നമുക്കറിയുന്നതാണ്, ചെറിയൊരു ഓർമ്മപ്പെടുത്തൽ മാത്രമാണ്. അതല്ലാത്ത വേറെ സ്ഥലങ്ങളിലും ഹദീസുകളിലും ഖുറാനിലും ഒക്കെ വന്നിട്ടുണ്ട്. വളരെ പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ 6 സ്ഥലങ്ങളാണ്. ഒന്നാമത്തത് നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ രാത്രിയുടെ 3 ഭാഗങ്ങളിൽ അവസാനത്തെ ഭാഗത്തിൽപ്പെട്ട സമയം ജൗഫുൽ ലൈലിൽ അഖീർ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുന്നുണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി, നമ്മുടെ റബ്ബ് എല്ലാ ദിവസവും, റമളാനിലല്ല, ലൈലത്തുൽ ഖദറിലല്ല, അങ്ങനെയുള്ള പ്രത്യേക ദിവസങ്ങളിലല്ല, മറിച്ച് എല്ലാ രാത്രിയും ആകാശത്തിൻ്റെ അവസാനത്തെ ആകാശത്തിലേക്ക് ഇറങ്ങും. ഹീന യബ്ഖാ സുലുസുൽ ലൈലിൽ അഖീർ, രാത്രിയുടെ 2/3 ഭാഗവും കഴിഞ്ഞ് അവസാനത്തെ ഭാഗം അവശേഷിക്കുന്ന സമയത്ത്. എന്നിട്ട് അള്ളാഹു ചോദിക്കും, മൻ യദ്ഉനി ഫഅസ്തജീബു ലഹു മൻ യസ്അലുനി ഫഉഅതിയഹു മൻ യസ്തഗ്ഫിറുനി ഫഅഗ്ഫിറ ലഹു. എല്ലാ ദിവസവും രാത്രിയിൽ അള്ളാഹു ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, ആരാണ് എന്നോട് ദുആ ചെയ്യുന്നത്, ഞാൻ അവന് മറുപടി നൽകാം. ആരാണ് എന്നോട് അവൻ്റെ ആവശ്യങ്ങൾ ചോദിക്കുന്നത്, ഞാൻ അവൻ്റെ ആവശ്യങ്ങൾ നൽകാം. ആരാണ് എന്നോട് പാപമോചനത്തെ തേടുന്നത്, ഞാൻ അവന് പുറത്ത് നൽകാം. മഹാന്മാരായ ചില സലഫ് സാലിഹീങ്ങളായ പണ്ഡിതന്മാരിൽ നിന്ന് റിവായത്ത് ചെയ്യപ്പെട്ടിട്ടുണ്ട്, അവർ ആ സമയത്ത് എഴുന്നേറ്റ് നിന്നുകൊണ്ട് അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് ഈ ചോദ്യം വരുന്നതായി സങ്കല്പിച്ചിട്ട് അന യാ റബ്ബ്, അന യാ റബ്ബ്, അന യാ റബ്ബ് എന്ന് പറഞ്ഞിട്ട് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറയുമായിരുന്നു. അള്ളാഹു ചോദിക്കുന്നുണ്ടല്ലോ, ആ ചോദ്യത്തിന് മറുപടിയായിട്ട്, പഠിച്ചോനെ ആരാണുള്ളതെന്നല്ല നീ ചോദിച്ചതാ, ഞാനുണ്ടേ, എനിക്ക് ഇന്ന ആവശ്യങ്ങളാണ് ഉള്ളത്, ഞാനുണ്ടേ, എനിക്ക് ഇന്ന പാപങ്ങളാണ് പൊറുപ്പിക്കാനുള്ളത്, ഞാനുണ്ടേ, എനിക്ക് ഇന്ന കാര്യങ്ങളാണ് നിന്നോട് ചോദിക്കാനുള്ളത് എന്ന് പറഞ്ഞിട്ട് അള്ളാഹുവിനോട് ഓരോ കാര്യങ്ങളും ചോദിച്ചു വാങ്ങുന്നു. ഈ രാത്രിയുടെ ഈ അന്ത്യയാമങ്ങൾ ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ലൈഫിൽ വളരെ വിലപ്പെട്ട സമയമാണ്, ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ്. നമ്മുടെ ജീവിതം കൊണ്ട് നമുക്ക് വലിയ വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, വിപ്ലവങ്ങൾ സൃഷ്ടിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, ജീവിതങ്ങളിൽ അത്ഭുതങ്ങൾ സംഭവിപ്പിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നമ്മൾ ഈ സമയത്തെ മുറുകെ പിടിച്ചാൽ മതി. ഈ സമയത്ത് സിഹാമുല്ലൈൽ ഇലാ തുഖ്തി എന്ന് പറയാറുണ്ട്. ഇമാം ഷാഫി റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ ഒരു പദ്യത്തിൽ പാടുന്നുണ്ട്, സിഹാമുല്ലൈൽ ഇലാ തുഖ്തി, രാത്രിയിൽ തൊടുത്ത് വിടുന്ന അമ്പ് അതൊരിക്കലും തെറ്റിപ്പോകില്ല, എന്നാ കറക്റ്റ് കൊള്ളുക. രാത്രിയിൽ ആരോരുമില്ലാത്ത സമയത്ത് സഅതൈൻ റക്അതൈൻ ഖത്രതൈൻ, ആരോരുമില്ലാത്ത സമയത്ത് സൃഷ്ടികൾ മുഴുവനും ഉറക്കത്തിലായി അശ്രദ്ധയിലായി കഴിയുന്ന സമയത്ത്, രക്ഷിതാവ് അവസാനത്തെ ആകാശത്തിലേക്ക് വന്ന് നമ്മളോട് ഇങ്ങോട്ട് ചോദിക്കുന്ന സമയത്ത് നമുക്ക് എഴുന്നേറ്റ് സഅതൈൻ കുറച്ച് സമയം മാറ്റിവെക്കാൻ സാധിച്ചാൽ, റക്അതൈൻ 1-2 റക്അത്ത് നമസ്കരിക്കാൻ സാധിച്ചാൽ, ഖത്രത്തൈൻ അതിൻ്റെ കൂട്ടത്തിൽ 1-2 കണ്ണുനീര് ഇറ്റിക്കാൻ വേണ്ടി സാധിച്ചാൽ, പിന്നെ അതോടുകൂടി നമ്മുടെ പ്രശ്നം അവസാനിക്കും. നമുക്ക് എന്ത് വലിയ ബുദ്ധിമുട്ടുണ്ടെങ്കിലും അതിന് പരിഹാരം കാണാൻ വേണ്ടി നമ്മളെക്കൊണ്ട് സാധിക്കും. അപ്പോൾ ആ സമയം നമ്മളെപ്പോഴും മുറുകെ പിടിക്കണം. പരിശുദ്ധ ഖുർആനിൽ സ്വർഗവാസികളുടെ ഗുണം പറഞ്ഞപ്പോൾ അള്ളാഹു പറഞ്ഞത് വബിൽ അസ്ഹാരിഹും യസ്തഗ്ഫിറൂൻ, എപ്പോഴും പറയുന്ന ആയത്തല്ലേ. അത്താഴ സമയത്ത് അവർ ഇസ്തിഗ്ഫാർ ചെയ്യുന്നവരാണെന്ന് പറഞ്ഞു. വേറെ സൂറത്ത് മാഇദയുടെ തുടക്കത്തിലും അള്ളാഹു അത് പറയുന്നുണ്ട്, അൽ-ഇമ്രാൻ്റെ തുടക്കത്തിലും അള്ളാഹു പറയുന്നു വൽ മുസ്തഗ്ഫിരീന ബിൽ അസ്ഹാർ, അല്ലേ, വൽ മുസ്തഗ്ഫിരീന ബിൽ അസ്ഹാർ. 2 സ്ഥലങ്ങളിലാണ് ഖുർആനിൽ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുന്നുണ്ട്, അദ്ദേഹം രാത്രി ഇങ്ങനെ നിസ്കാരത്തിലായിട്ട് കഴിയും. ഇടയ്ക്കിടയ്ക്ക് ശിഷ്യന്മാരോട് അല്ലെങ്കിൽ മകനോട് വിളിച്ചു ചോദിക്കും, സഹറായോ, അത്താഴായോ ചോദിക്കും. ഇല്ല എന്ന് പറയുമ്പോൾ നിസ്കാരം പിന്നെ അടുത്ത 2 റക്അത്ത് നിസ്കരിക്കും. അത്താഴായോ, ഇല്ല, പിന്നെ അടുത്ത 2 റക്അത്ത് നിസ്കരിക്കും. അവസാനം അത്താഴത്തിൻ്റെ സമയമായി എന്ന് പറയപ്പെട്ടാൽ പിന്നീട് നിസ്കാരം നിർത്തിയിട്ട് ഇസ്തിഗ്ഫാറിലായിട്ടും തൻ്റെ ആവശ്യങ്ങൾ ചോദിക്കാനായിട്ടും അദ്ദേഹം മാറ്റിവെക്കുമല്ലോ, അസ്തഗ്ഫിറുല്ലാഹ് പറയും. കാരണം എന്താ, അള്ളാഹു ഇറങ്ങി വരുന്ന സമയം, പ്രത്യേക സമയം അത്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം ഇങ്ങനെ രാത്രി മുഴുവൻ ഇബാദത്തുകളിലായി കഴിഞ്ഞിട്ട് അവസാനം അത്താഴത്തിൻ്റെ സമയമാകുമ്പോൾ ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയിട്ട് അല്ലാഹുമ്മ ദഅൗതനി ഫഅജബ്തുക, അള്ളാഹുവേ നീ എന്നെ വിളിച്ചു, ഞാനിതാ നിനക്ക് ഉത്തരം നൽകി.
വ അമർത്തനി ഫഅതഅതുക, നീ എന്നോട് കൽപ്പിച്ചു, ഞാൻ നിന്നെ അനുസരിക്കുകയും ചെയ്തു. വഹാദ സഹ്റു ഫഗ്ഫിർലി, ഇതാ അത്താഴത്തിൻ്റെ സമയം, നീ എനിക്ക് പുറത്തു തരണേ എന്ന് പറയാൻ. ശിഷ്യന്മാർ ചോദിച്ചു, അതെന്താണ് നിങ്ങൾ പ്രത്യേകിച്ച് അങ്ങനെ പറയുന്നത്, വഹാദ സഹ്റു ഫഗ്ഫിർലി എന്ന് പറയാനുള്ള കാരണം എന്താ എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇന്നലെ നമ്മൾ പറഞ്ഞ യൂസുഫ് നബിയുടെ ചരിത്രമായിട്ട് ബന്ധമുള്ള ഒരു കാര്യം. അദ്ദേഹം പറഞ്ഞ്, യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ചരിത്രത്തിൽ അവസാനം യൂസുഫ് നബിയുടെ സഹോദരന്മാർ, യാക്കൂബ് നബിയുടെ മക്കൾ യാക്കൂബ് നബിയോട് വന്നിട്ട് ഞങ്ങൾക്ക് പാപമോചനം തേടണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട് അല്ലേ? സൂറത്തിൻ്റെ അവസാനത്തിൽ ആ സംഭവം പറയുന്നുണ്ട്. ഞങ്ങളുടെ അടുത്ത് തെറ്റുപറ്റിപ്പോയി, അങ്ങ് ഞങ്ങളുടെ വാപ്പയാണ്, വാപ്പ ഞങ്ങൾക്ക് വേണ്ടി നബിയാണല്ലോ, നബിയായ അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി പാപമോചനം തേടണേ എന്ന് പറയുന്നുണ്ട്. ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ടായിരുന്നു, അദ്ദേഹം അവർക്ക് വേണ്ടിയിട്ട് പാപമോചനം തേടുന്നതിന് പകരം ഖുർആനിൽ പറഞ്ഞത് ഖാല സൗഫ അസ്തഗ്ഫിറു ലക്കും റബ്ബി, ഞങ്ങൾക്ക് വേണ്ടി അങ്ങ് അള്ളാഹുവിനോട് പാപമോചനം തേടണമെന്ന് പറയുമ്പോൾ അദ്ദേഹം മറുപടി എന്താ പറയുന്നത്? ഖാല സൗഫ അസ്തഗ്ഫിറു ലക്കും റബ്ബി, പാപമോചനം തേടൂല, പിന്നെന്താ പറയുക? ഖാല സൗഫ അസ്തഗ്ഫിറു ലക്കും, ഞാൻ പിന്നീട് നിങ്ങൾക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ ചെയ്യാൻ കിട്ടുമെന്ന് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഇന്നാണ് അതിൻ്റെ യഥാർത്ഥ ആശയം മനസ്സിലായത്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാണ്, സൗഫ അസ്തഗ്ഫിറു ലക്കും റബ്ബി എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഉദ്ദേശിച്ചത് അത്താഴത്തിൻ്റെ സമയമാകട്ടെ, ആ സമയത്ത് ഞാൻ നിങ്ങൾക്ക് പാപമോചനത്തെ തേടാം, കാരണം ആ സമയത്ത് പാപമോചനം തേടിയാൽ അള്ളാഹു കേൾക്കാനുള്ള സാധ്യത കൂടുതലാണ് എന്ന പോലെ അദ്ദേഹം പറഞ്ഞത്. അവരുടെ പാപമോചനത്തെ അദ്ദേഹം അത്താഴ സമയത്തേക്ക് പിന്തിപ്പിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാനും പറയുന്നത് വഹാദ സഹ്റു ഫഗ്ഫിർലി, പഠിച്ചോലേതാ അത്താഴത്തിൻ്റെ സമയമായി, ചരിത്രത്തിൽ തന്നെ വലിയ വലിയ പാപങ്ങൾ നീ പുറത്തു കൊടുത്ത സമയമാണ് ഈ സമയം, അതുകൊണ്ട് എനിക്കും നീ പുറത്തു തരണേ നാഥ എന്ന് ഞാൻ പറയാനുള്ള കാരണം ഇതാണെന്ന് ആരാ പറയുന്നത്? ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. ഒന്നാമത്തെ സമയം ഏതാ? രാത്രിയുടെ അവസാന യാമങ്ങൾ, തഹജ്ജുദിൻ്റെ സമയം, അത്താഴത്തിൻ്റെ സമയം. ആ സമയത്ത് നമുക്ക് എന്തു പ്രശ്നമുണ്ടെങ്കിലും അള്ളാഹുവിനോട് ചോദിച്ചാൽ അള്ളാഹു അത് സ്വീകരിക്കും. രണ്ടാമത്തെ സമയം ഏതാ? രണ്ടാമത്തെ സമയം ബാങ്ക് കൊടുത്ത ഉടനെയുള്ള സമയം. ഒരു സഹാബി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് വന്നിട്ട് പറഞ്ഞു, ഇന്നൽ മുഅദ്ദിനീന യഫ്ളുലൂനന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഅദ്ദിനിൻ്റെ ഫളായിൽ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. മുഅദ്ദിനിൻ്റെ ഫളായിൽ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. ഇമാമിൻ്റെ ഫളായിൽ എത്ര സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്? ഇമാമിൻ്റെ ഫളായിൽ പറഞ്ഞ ഹദീസുകൾ എടുത്തു നോക്കിയാൽ അധികമൊന്നും നമുക്ക് കാണാൻ കഴിയില്ല. 2 ഹദീസേ ഉള്ളൂ. ഒന്ന് അൽ ഇമാമു ദാമിനുൻ വൽ മുഅദ്ദിനു മുഅ്തമിനു എന്ന് പറയുന്ന ഹദീസ്. രണ്ടാമത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഇമാമായിരുന്നു എന്നുള്ള ഹദീസ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇമാമായപ്പോൾ അതിനൊരു ശ്രേഷ്ഠത ഉണ്ടല്ലോ. ഇതല്ലാതെ ബാക്കി ഫളായിലായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എടുത്തു നോക്കിയാൽ ഇമാമിനെ കുറിച്ചല്ല, മുഅദ്ദിനെ കുറിച്ചാണ്. എത്ര ഹദീസാണുള്ള അവരുടെ ഫളായിൽ, ഒരുപാട് ശ്രേഷ്ഠതകളുണ്ട്. അപ്പോൾ ഇതൊക്കെ കേട്ടപ്പോൾ ഒരു സഹാബി ന്യായമായ ഒരു സംശയം റസൂലുള്ളാഹിയോട് ചോദിച്ചു, മുഅദ്ദിനീങ്ങൾക്ക് ഇത്രയും വലിയ ശ്രേഷ്ഠതയുണ്ട്, പക്ഷെ അങ്ങാണെങ്കിൽ ഞങ്ങളുടെ കൂട്ടത്തിൽ 2 പേരെ അല്ലാതെ ബാങ്ക് കൊടുക്കാൻ വിടുന്നുമില്ല. ബാങ്കിൻ്റെ സ്വപ്നം കണ്ട സഹാബി ആരാ? അബ്ദുല്ലാഹി ഇബ്നു സയ്യിദ് റളിയല്ലാഹു അൻഹു സ്വപ്നം കണ്ടത്. അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വന്നിട്ട് ബാങ്കിൻ്റെ സ്വപ്നത്തെക്കുറിച്ചൊക്കെ പറഞ്ഞു കൊടുത്തു. എന്നിട്ട് ഞാൻ ബാങ്ക് കൊടുക്കട്ടെ ചോദിച്ചപ്പോൾ പറഞ്ഞു, അത് പറ്റൂല, ബാങ്ക് കൊടുക്കേണ്ടത് നീയല്ല. ബാങ്ക് കൊടുക്കാൻ കുറച്ചുകൂടി നല്ല ഉയർന്ന ശബ്ദവും മധുരമാർന്ന ശബ്ദമുള്ള ആൾ ബിലാലാണ്. ബിലാലിനോട് ഈ വാചകങ്ങൾ പറഞ്ഞു കൊടുക്ക്, ബിലാൽ ബാങ്ക് കൊടുക്കട്ടെ എന്ന് പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. ഓരോന്നിനും ഓരോ ആളുണ്ട്. അങ്ങനെ ബിലാൽ മുഅദ്ദിൻ റളിയല്ലാഹു അൻഹു ആണ് ബാങ്ക് കൊടുത്തത്. അതേപോലെ കണ്ണ് കാണാത്ത സഹാബി അബ്ദുല്ലാഹി ഇബ്നു ഉമ്മി മക്തൂം റളിയല്ലാഹു അൻഹു, അദ്ദേഹവും ബാങ്ക് കൊടുക്കുമായിരുന്നു. ഇവർ 2 പേരെ ഏൽപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ സഹാബി വന്നിട്ട് ചോദിച്ചു, ഇന്നൽ മുഅദ്ദിനീന യഫ്ളുലൂനന, അപ്പോൾ അങ്ങ് പറഞ്ഞ ഈ പ്രതിഫലങ്ങളൊക്കെ ഈ മുഅദ്ദിനീങ്ങൾ കൊണ്ടുപോവാണല്ലോ, അവർ ഞങ്ങളെക്കാൾ ഉയർന്ന ദർജയിലെത്തുവാണല്ലോ, അപ്പോൾ ഞങ്ങൾക്ക് ഇവരുടെ പോലെയുള്ള പ്രതിഫലം കരസ്ഥമാക്കാനുള്ള മാർഗം എന്താ? അല്ലേ, 2-3 ആൾക്കാർ ഇവിടെ ഓൾറെഡി ബുക്ക് ചെയ്ത് വെച്ചു. നമ്മൾ ബാങ്ക് കൊടുക്കാൻ വിചാരിച്ചാലും ബാങ്ക് കൊടുക്കാനുള്ള അവസരമില്ല. അപ്പോൾ നമുക്ക് ആ പ്രതിഫലം വേണ്ടേ? അതിനെന്താ മാർഗം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇത് ഇമാം അബൂ ദാവൂദ് റിവായത്ത് ചെയ്യുന്ന പണ്ഡിതന്മാർ സഹിഹാക്കിയ ഹദീസാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവർക്ക് കിട്ടുന്ന പ്രതിഫലം നിങ്ങൾക്കും കിട്ടണമെങ്കിൽ ഖുൽ, നീ പറയണം, കമാ യഖൂലൂൻ, അവർ പറയുന്നത് പോലെ പറയണം. ബാങ്കിന് മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് ഇജാബത്ത് നൽകണം. ഓരോ വാക്കുകളും അതേപോലെ നമ്മൾ പറയണം. ഫഇദൻ തഹൈത, അങ്ങനെ നമ്മൾ ഫുള്ളായിട്ട് ഇജാബത്ത് പറഞ്ഞു കഴിഞ്ഞാൽ, ബാങ്കിന് പറഞ്ഞു കഴിഞ്ഞാൽ, മറുപടി പറഞ്ഞു കഴിഞ്ഞാൽ, ഫസൽ തുഅത, പിന്നെ നീ എന്തു ചോദിച്ചു അള്ളാഹു നിനക്ക് നൽകുന്നു. ആരാ പറയുന്നത്? സാദിഖുൽ മസ്തൂഖ്. ജീവിതത്തിൽ ഒരിക്കലും
കളവ് പറഞ്ഞിട്ടില്ലാത്ത അഷ്റഫുൽ ഖൽക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് നൽകുന്ന ഓഫർ. അപ്പോൾ ബാങ്കിന് ശേഷം എന്തൊക്കെ അമലുകളാണ് ഉള്ളത്? ബാങ്ക് കഴിഞ്ഞ ഉടനെ ബാങ്കിന് നമ്മളിങ്ങനെ മറുപടി പറയുന്നു. ബാങ്ക് കഴിഞ്ഞ ഉടനെ നമ്മൾ സലാത്ത് പറയണം. അതിനുശേഷം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ് നിങ്ങൾ എനിക്ക് വേണ്ടി വസീലയെ ചോദിക്കണം. വസീല എന്ന് പറഞ്ഞാൽ നാളെ ആഖിറത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ അടിമകളിൽ നിന്ന് ഒരാൾക്ക് മാത്രം പ്രത്യേക ബഹുമാന ആദരവുകളോടുകൂടി നൽകുന്ന ഒരു പദവിയാണ്. അത് എനിക്ക് കിട്ടണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, അതുകൊണ്ട് നിങ്ങൾ എനിക്ക് വേണ്ടി അത് ചോദിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതാണ് നമ്മൾ അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവത്തി തഅമ്മ വസ്സലാത്തുൽ ഖായിമ എന്ന ദുആയിലൂടെ ചോദിക്കുന്നത്. നബി തങ്ങൾക്ക് വസീലയെ ചോദിക്കണം. പറ്റുമെങ്കിൽ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു റളീതു ബില്ലാഹി റബ്ബ വബി മുഹമ്മദിൻ റസൂല വബിൽ ഇസ്ലാമി ദീന എന്ന ദുആ പറയണം. ആരെങ്കിലും ബാങ്കിന് ശേഷം ആ ദുആ പറഞ്ഞാൽ അവൻ്റെ കഴിഞ്ഞുപോയ മുഴുവൻ പാപങ്ങളും പുറത്തു വാപ്പാക്കപ്പെടുന്നു. ചില്ലറ അമലൊന്നുമല്ല, വലിയ അമലം. കഴിഞ്ഞുപോയ മുഴുവൻ പാപങ്ങളും. അതിനുശേഷം പിന്നെ നമുക്ക് ചെയ്യാനുള്ള അമലെന്താ? നമ്മുടെ ആവശ്യങ്ങൾ ചോദിക്കുക എന്നുള്ളതാണ്. അത് ചോദിച്ചാൽ രണ്ട് ഗുണങ്ങളാണ്. ഒന്ന്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് ചോദിക്കാൻ പറഞ്ഞതുകൊണ്ട് ഒരു സുന്നത്ത് ചെയ്ത കൂലി കിട്ടും. നമ്മൾ എൻ്റെ വേദന മാറ്റിത്തരണേ, എൻ്റെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറ്റിത്തരണേ, എൻ്റെ ടെൻഷൻ മാറ്റിത്തരണേ, എൻ്റെ ഭാര്യക്കും മക്കൾക്കും നീ പുറത്തു കൊടുക്കണേ, അവരുടെ വേദനകളും ബുദ്ധിമുട്ടുകളൊക്കെ മാറ്റിക്കൊടുക്കണേ എന്ന് ദുആ ചെയ്താൽ ഒന്ന് നമുക്ക് സുന്നത്തിൻ്റെ കൂലി കിട്ടും നബി തങ്ങൾ പറഞ്ഞതുകൊണ്ട്. രണ്ട്, ആ ദുആ എന്തായാലും അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കും. ഇപ്പം ഇത് എത്രാമത്തെ സ്ഥലം? രണ്ടാമത്തെ സ്ഥലം അല്ലേ? ഒന്നാമത്തേത് രാത്രിയുടെ അന്ത്യാമത്തിൽ, രണ്ടാമത്തേത് ബാങ്ക് കൊടുത്തതിന് ശേഷമുള്ള സമയം നമ്മൾ വളരെ ശ്രദ്ധിക്കണം. ഒരു ദിവസം തന്നെ നമുക്ക് 5 അവസരങ്ങൾ കിട്ടുന്നുണ്ട്. 5 അവസരങ്ങൾ തീർന്നില്ല. അടുത്ത സ്ഥലം അത് ബൈനൽ അദാനി വൽ ഇഖാമ. ബാങ്ക് കൊടുത്തതിന് ശേഷം ഇഖാമത്തിനിടയിലുള്ള സമയം, ഇതും വളരെ പ്രധാനപ്പെട്ട സമയമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അദ്ദുആഉ ലാ യുറദ്ദു ബൈനൽ അദാനി വൽ ഇഖാമ. അദാനിൻ്റെയും ഇഖാമത്തിൻ്റെയും ബാങ്കിൻ്റെയും ഇഖാമത്തിൻ്റെയും ഇടയിലുള്ള ദുആ അള്ളാഹു ഒരിക്കലും തട്ടൂല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. നമ്മളൊരു ഷെയ്ഖ് പറയുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറഞ്ഞിട്ട് ഒരു വിശ്വാസിയായ നിന്നെ സംബന്ധിച്ചിടത്തോളം നിൻ്റെ ജീവിതത്തിൽ പിന്നെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവാൻ പാടുണ്ടോ? കാരണം എന്ത് പ്രശ്നം ഉണ്ടായാലും, ഇപ്പോൾ ഉദാഹരണത്തിന് ചെറിയ ചെറിയ പ്രശ്നമായിക്കോട്ടെ, നമ്മൾ കടയിലിരിക്കുകയാണ്, ഒരു ലോഡ് വരേണ്ട സമയമായി, ലോഡ് വരുന്നില്ല, ആകെ കുടുങ്ങി, ആൾക്കാരൊക്കെ കാത്തു നിൽക്കുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നമുക്ക് അത് അയക്കാനുണ്ട്, ഹോൾസെയിൽ കടയാണ്. എന്താ ചെയ്യേണ്ടത്? പെട്ടെന്ന് പള്ളിയിൽ നിന്നൊരു ബാങ്ക് ശബ്ദം കേൾക്കുന്നു, നമ്മളെല്ലാം ഇട്ടിട്ട് ഓടി പള്ളിയിലേക്ക് പോവുക. ബാങ്ക് കൊടുത്ത് കഴിഞ്ഞ ഉടനെ ഒതുവൊക്കെ എടുത്ത് വന്നിട്ട് പെട്ടെന്ന് സുന്നത്ത് നമസ്കരിക്കുക, റവാത്തിബ്. അതിനുശേഷം 5-10 മിനിറ്റ് ഉണ്ടെങ്കിൽ ഇഖാമത്ത് വരെ അള്ളാഹുവിനോട് ചോദിച്ചുകൊണ്ടേയിരിക്കുക. എന്തായാലും കിട്ടും, മറുപടി കിട്ടും, ഉത്തരം കിട്ടും, അതിൽ യാതൊരു സംശയവുമില്ല. അങ്ങനെ അതും നമുക്ക് ഒരു ദിവസം എത്ര തവണ കിട്ടുന്നുണ്ട്? 5 തവണ കിട്ടുന്നുണ്ട്. അപ്പോൾ രാവിലെയാണ് പ്രശ്നമെങ്കിൽ ലൊഹർ വരെ ഒന്ന് കാത്തിരിക്കുക. ലൊഹർ ബാങ്ക് കൊടുത്താട് ആദ്യത്തെ അവസരം ഉപയോഗിക്കുക, ബാങ്ക് കൊടുത്തതിന് ശേഷമുള്ള ദുആ. രണ്ടാമതോ പെട്ടെന്ന് പള്ളിയിൽ പോയിട്ട് അവിടെ കുത്തിയിരുന്ന് ഇഖാമത്ത് വരെ നമ്മൾ വീണ്ടും ദുആ ചെയ്യുക. ഇനി ലൊഹറിന് ശേഷം പ്രശ്നമെങ്കിലോ അസർ വരെ ഒന്ന് കാത്തിരിക്കുക, അസറിന് ശേഷം പ്രശ്നമെങ്കിലോ മഗ്രിബ് വരെ ഒന്ന് കാത്തിരിക്കും. ഇങ്ങനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്ന സമയങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഉത്തരം വാങ്ങിയെടുക്കുന്ന നല്ലൊരു ശീലം നമുക്കുണ്ടാവണം. അള്ളാഹു അത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. 3 സ്ഥലമില്ലേ? 4-മത്തെ സമയം ഫർള് നമസ്കാരത്തിന് തൊട്ടുടനെയുള്ള സമയം. ഫർള് നമസ്കാരത്തിന് തൊട്ടുടനെയുള്ള സമയം അത് ഇമാം തിർമിദി റഹിമഹുല്ലാഹ് ഉദ്ധരിക്കുന്ന ഹദീസ് അബൂ ഉമാമ റളിയല്ലാഹു അൻഹു പറയുന്നു. പിന്നെ അതേപോലെ ബാങ്കിൻ്റെയും ഇഖാമത്തിൻ്റെയും ഇടയിലുള്ള ദുആ തട്ടപ്പെടൂല എന്ന് പറഞ്ഞപ്പം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഹാബാക്കൾ ചോദിച്ചു, ഫമാദാ നഖൂലു യാ റസൂലല്ലാഹ്, നബി അത് കുറച്ച് സമയമല്ലേ ഉള്ളൂ, അപ്പോൾ ഞങ്ങൾ പ്രധാനമായിട്ടും ആ സമയത്ത് എന്തിനെയാണ് ചോദിക്കേണ്ടത് എന്ന് ചോദിച്ചു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സലുല്ലാഹൽ ആഫിയ, നിങ്ങൾ എല്ലാ വിഷയത്തിലുള്ള ആഫിയത്തിനെ ചോദിക്കുക. സമ്പത്തിലും ശരീരത്തിലും അമലിലും ഒക്കെയുള്ള ആഫിയത്തിന്, ഒരു സ്ഥലത്തും ബലഹീനത ഉണ്ടാകാൻ പാടില്ല. ആ ആഫിയത്തിന് അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ അഫ്വ വൽ ആഫിയത ഫി ദുനിയ വൽ ആഖിറ, അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ അഫ്വ വൽ ആഫിയത ഫി ദീനി വ ദുനിയായ വ അഹ്ലി വ മാലി എന്ന് പറഞ്ഞ് എല്ലാത്തിലുമുള്ള ആഫിയത്തിനെ ചോദിക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. 4-മത്തേത് ഇപ്പോൾ ഇൻഷാ അല്ലാഹ് ഇന്നിപ്പോൾ ലോഹർ കഴിഞ്ഞാൽ അസർ മുതൽ നമുക്കത് അമലിൽ കൊണ്ടുവരാം അല്ലേ? ഇഖാമത്ത് കഴിഞ്ഞ് ബാങ്ക് കൊടുത്തു കഴിഞ്ഞ് പെട്ടെന്ന് സുന്നത്ത് നിസ്കരിച്ച് ഇഖാമത്തിൻ്റെ ഇടയ്ക്ക് നമ്മളെന്തായാലും അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ അഫ്വ വൽ ആഫിയ ദുആ പറയണം. എന്നിട്ട് എന്തെങ്കിലും ഒരു
ആവശ്യവും പറയണം. അതേപോലെ അസർ ബാങ്ക് കൊടുക്കുമ്പോൾ ഇൻഷാ അല്ലാഹ് ബാങ്ക് കൊടുത്ത് കഴിഞ്ഞ ഉടനെ പ്രത്യേകം നമ്മൾ ഓർത്തിട്ട് ഈ ദുആ ചെയ്യണം. ഏത് നമ്മുടെ ആവശ്യങ്ങളൊക്കെ പറഞ്ഞ് ആ സുന്നത്ത് മനസ്സിൽ കരുതിയിട്ട് പ്രാക്ടീസ് ചെയ്ത് പഠിക്കണം ഇൻഷാ അല്ലാഹ്. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. നാലാമത്തെ നമ്മൾ പറഞ്ഞു ഫർദ് നമസ്കാരത്തിന് ശേഷം തൊട്ടുടനെയുള്ള സമയം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കപ്പെട്ടു, അയ്യു ദുആഇ അസ്മഅ, ഏത് ദുആയാണ് അള്ളാഹു കൂടുതൽ കേൾക്കാൻ സാധ്യതയുള്ളത് എന്ന് ചോദിക്കപ്പെട്ടു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ജൗഫുൽ ലൈലിൽ അഖീർ വദുബറസ് സലവാത്തിൽ മക്തൂബ, ഫർളാക്കപ്പെട്ട നമസ്കാരത്തിന് തൊട്ടുടനെയും രാത്രിയുടെ അന്ത്യയാമങ്ങളിലുമുള്ള ദുആയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും കൂടുതൽ കേൾക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ നമസ്കാരം കഴിഞ്ഞ ഉടനെയുള്ള സമയം പെട്ടെന്ന് എഴുന്നേറ്റ് പോകലല്ല, മറിച്ച് ദിക്റുകൾ പറഞ്ഞിട്ട്. ചില പള്ളികളിൽ കൂട്ടദുആ ഉണ്ടാകലില്ല. പക്ഷേ കൂട്ടദുആ ഉണ്ടാകുന്നില്ല എന്നതിൻ്റെ അർത്ഥം ദുആയെ ചെയ്യാൻ പാടില്ല എന്നല്ല. കൂട്ടദുആ ഇല്ലാത്ത പള്ളികളിൽ നമ്മൾ തീരെ ദുആയെ മറന്നു പോകാറുണ്ട്. പക്ഷെ അതൊരിക്കലും ശരിയല്ല. വളരെ പ്രധാനപ്പെട്ട ദുആ സ്വീകരിക്കപ്പെടുന്ന സമയമാണ് നമസ്കാരത്തിന് ശേഷമുള്ള സമയം. അഥവാ ഇനി കൂട്ടദുആ ഇല്ലെങ്കിൽ പോലും നമ്മൾ സ്വന്തമായിട്ട് നമ്മുടെ കാര്യങ്ങൾ ആ സമയത്ത് അള്ളാഹുവിനോട് ചോദിക്കണം. കാരണം ദുആക്ക് ഉത്തരം കിട്ടാൻ ഏറ്റവും സാധ്യതയുള്ള സമയങ്ങളിൽ ഒന്നാണ് ആ സമയം. ചില പണ്ഡിതന്മാർ നമസ്കാരം കഴിഞ്ഞ ഉടനെ എന്നുള്ളതിന് സലാം വീട്ടുന്നതിന് മുമ്പേന്നും അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ഈ ദുബുറ സലവാത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം എന്നുള്ളതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ചില പണ്ഡിതന്മാർക്ക്, കുറച്ച് ചുരുങ്ങിയ പണ്ഡിതന്മാർക്ക് അത് സലാം വീട്ടുന്നതിന് മുമ്പാന്ന് അഭിപ്രായമുണ്ട്. അപ്പോൾ അത്തഹിയാത്തിലുള്ള എല്ലാ ദുആയും പറഞ്ഞിട്ട് അറബി അറിയുമെങ്കിൽ സലാം വീട്ടുന്നതിന് മുമ്പ് സമയമുണ്ടെങ്കിൽ ആ സമയത്ത് നമ്മൾ നമ്മുടെ ആവശ്യങ്ങളെ ചോദിക്കുന്നത് നല്ലതാണ്, ഉത്തരം കിട്ടാൻ കൂടുതൽ സാധ്യതയുള്ളതാണ്. അപ്പോൾ ആ രണ്ട് സമയങ്ങളും സലാം വീട്ടുന്നതിന് മുമ്പുള്ള സമയം അത് അറബിയിലാവണം, മലയാളത്തിലാവരുത് കേട്ടോ. നമസ്കാരത്തിൽ മലയാളത്തിൽ ദുആ ചെയ്യാൻ പാടില്ല, അറബിയിൽ തന്നെ ദുആ ചെയ്യണം. ഇനി അത് പറ്റുന്നില്ല എങ്കിൽ സലാം വീട്ടിയ ഉടനെ പെട്ടെന്ന് തന്നെ നമുക്ക് നമ്മുടെ ആവശ്യങ്ങളൊക്കെ പറയാവുന്നതാണ്. അഞ്ചാമത്തെയും ആറാമത്തെയും സമയം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വെള്ളിയാഴ്ചയിൽ ഒരു സമയമുണ്ട്. ആ സമയവുമായിട്ട് യോജിച്ചിട്ട് മുസ്ലിമായ ഒരു മനുഷ്യൻ അല്ലെങ്കിൽ മുഅ്മിനായ ഒരു മനുഷ്യൻ എന്ത് കാര്യം അള്ളാഹുവിനോട് ചോദിച്ചാലും അള്ളാഹു അത് സ്വീകരിക്കുമെന്നൊരു ഹദീസിൽ വന്നിട്ടുണ്ട്. ഇത് വെള്ളിയാഴ്ചയിൽ ഏത് സമയമാണ് എന്നുള്ളതിൽ പണ്ഡിതന്മാർ അഭിപ്രായ വ്യത്യാസമായിട്ടുണ്ട്. വ്യത്യസ്തങ്ങളായ ഹദീസുകൾ വന്നിട്ടുണ്ട്. എന്നാൽ അധിക പണ്ഡിതന്മാരും റാജിഹാക്കിയത്, പ്രബലമാണെന്ന് പറഞ്ഞിട്ടുള്ളത് രണ്ട് അഭിപ്രായങ്ങളാണ്. രണ്ട് ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ രണ്ട് സമയങ്ങളെക്കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. ഒന്നാമത്തത് വെള്ളിയാഴ്ച ഇമാം മിമ്പറിൽ കയറിയത് മുതൽ ഹത്താ തുഖ്ലസ് സലാ, നമസ്കാരം തീരുന്നത് വരെയുള്ള സമയം, വളരെ പ്രധാനപ്പെട്ട സമയം. നമ്മൾ സാധാരണ അത്രയും ലോങ് ആയ സമയം അതിന് സ്വീകരിക്കപ്പെടുന്ന സമയമായിട്ട് പരിഗണിക്കില്ല. സാധാരണ നമ്മൾ പറയൽ ഇമാം രണ്ട് ഖുതുബക്കിടയിൽ ഇരിക്കുന്ന സമയം എന്നാണ്. പക്ഷേ ഹദീസുകൾ പരിശോധിച്ച് നോക്കുമ്പോൾ അങ്ങനെയല്ല. എപ്പോൾ മുതൽ തുടങ്ങും? മിമ്പറിൽ കയറിയത് മുതൽ തുടങ്ങും. എപ്പോഴാണ് അവസാനിക്കുക? നമസ്കാരം കഴിഞ്ഞ് ഇമാം സലാം വീട്ടുന്നത് വരെ ആ സമയമുണ്ട്. സലാം വീട്ടുമ്പോഴാണ് അവസാനിക്കുക. ഈ സമയം വളരെ പ്രധാനപ്പെട്ടതാണ്, വളരെ പ്രധാനപ്പെട്ടത്. അപ്പോൾ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഖുതുബേൻ്റെ ഇടയ്ക്ക് ഇമാം എന്ത് ദുആ ചെയ്താലും പെട്ടെന്ന് ആമീൻ പറഞ്ഞേക്കണം. കാരണം വളരെ ഭയങ്കര ശ്രേഷ്ഠതയുള്ള ദുആ. ഏത് ദുആ? പ്രത്യേകിച്ച് അല്ലാഹുമ്മ ഗ്ഫിർ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് പറയും. അതല്ലാതെ ഖുതുബ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഓരോ വിഷയങ്ങൾ വരുമ്പം, രോഗത്തെക്കുറിച്ച് പറയുമ്പോൾ അല്ലാഹു നമ്മുടെ രോഗം ഷിഫാക്കി തരട്ടെ എന്നൊക്കെ പറയൂലേ, അതിനൊക്കെ നമ്മൾ പെട്ടെന്ന് തന്നെ ആമീൻ പറയണം ഖത്തീബിൻ്റെ ദുആകൾക്ക്. പിന്നെ രണ്ടാമത്തേത് നമ്മൾ നേരത്തെ പറഞ്ഞതും കൂടി വരുന്നുണ്ട്, നമസ്കാരം വരുന്നുണ്ട്. ആ നമസ്കാരം തീരുന്നത് വരെ ഈ സമയമാണ്. ആ നമസ്കാരത്തിനിടക്ക് ഇമാമ് കുറച്ച് സുജൂദ് നീണ്ടുപോയി, റുക്കൂഅ് നീണ്ടുപോയി, അങ്ങനെയൊക്കെയുള്ള അവസരം വരികയാണ്. തഹിയ്യാത്ത് നീണ്ടുപോയി. ഈ സമയത്തൊക്കെ നമുക്കറിയാവുന്ന അറബിയിൽ നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കാൻ വേണ്ടി ശ്രമിക്കണം. കാരണം വെള്ളിയാഴ്ചയിലെ ഉത്തരം നൽകപ്പെടാൻ സാധ്യതയുള്ള സമയമാണ്, നമസ്കാരവുമാണ്. അത് ജുമാ നമസ്കാരമാണ്. അപ്പോൾ ആ നമസ്കാരത്തിനിടയിലുള്ള പ്രാർത്ഥന വളരെയധികം സ്വീകരിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഇത് പഠിച്ചിട്ട് പോയിട്ട് ഇനി ഒരു പ്രശ്നവും നമുക്ക് ഉണ്ടാകാൻ പാടില്ല കേട്ടോ. എന്ത് പ്രശ്നം വന്നാലും ഈ ഏതെങ്കിലും ഒരു സമയം ഉപയോഗപ്പെടുത്തിയിട്ട് നമ്മളത് പരിഹരിക്കണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഒന്നാമത്തെ ജുമാ നമസ്കാരത്തിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് സമയങ്ങളിൽ ഒന്നാമത്തെ സമയം ഇമാം മിമ്പറിൽ കയറിയിട്ട് നമസ്കാരം അവസാനിക്കുന്നത് വരെയുള്ള സമയം. രണ്ടാമത്തെ സമയം അസറിന് ശേഷമുള്ള മഗ്‌രിബിന് തൊട്ട് മുമ്പുള്ള ഏറ്റവും അവസാനത്തെ സമയമാണ്. ജുമാ ദിവസം തീരുന്നത് എപ്പോഴാണ്? മഗ്‌രിബ് ബാങ്കോടുകൂടിയാണ് ജുമാ തീരുന്നത്. വ്യാഴാഴ്ച മഗ്‌രിബിൻ്റെ ബാങ്ക് കൊടുക്കുമ്പോഴാണ് ജുമാ ആരംഭിക്കുന്നത്. അപ്പോൾ ഈ ജുമാ അവസാനിക്കുന്നതിന് തൊട്ട് മുമ്പുള്ള സമയം, ഈ സമയവും ദുആ സ്വീകരിക്കാൻ ഏറ്റവും സാധ്യതയുള്ള സമയമാണെന്ന് ഹദീസിൻ്റെ വെളിച്ചത്തിൽ പണ്ഡിതന്മാർ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ചില മഹാന്മാരെ കുറിച്ച് വരുന്നുണ്ട്, അവർ ജുമാ ദിവസം അസർ കഴിഞ്ഞാൽ പിന്നെ പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങൂല, പള്ളിയിൽ തന്നെ കുത്തിരിക്കും. എന്തിനാ? ഈ സമയം നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടി. അവർ ദിക്റിലും ദുആയിലും ആയിക്കഴിഞ്ഞ് പ്രത്യേകിച്ച് അവസാന സമയമാകുമ്പോൾ അള്ളാഹുവിനോട് കരഞ്ഞ് അവരുടെ ആവശ്യങ്ങൾ പറഞ്ഞ് അത് സാധിപ്പിച്ചെടുക്കുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള 6 സ്ഥലങ്ങൾ, ഇപ്പോൾ എത്ര സ്ഥലങ്ങളായി?
6 സ്ഥലങ്ങളാണ് വന്നിട്ടുള്ളത്. ഇതല്ലാത്ത വേറെയും പല സമയങ്ങളും വന്നിട്ടുണ്ട്. രാത്രി നെട്ടി എഴുന്നേറ്റ് കഴിഞ്ഞാൽ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ അൽഹംദുലില്ലാഹ് വസുബ്ഹാനല്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന് പറഞ്ഞിട്ട് എന്തു ദുആ ചെയ്താൽ സ്വീകരിക്കുന്നു. അതും ഹദീസിൽ വന്നിട്ടുണ്ട്. ഒന്നുകിൽ അല്ലാഹുമ്മ ഗ്ഫിർലി എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ നമ്മുടെ ആവശ്യങ്ങളെക്കുറിച്ച് പറഞ്ഞാൽ അള്ളാഹു എന്തായാലും സ്വീകരിക്കുന്ന. ഞങ്ങളുടെ ഒരു ഷെയ്ഖ് പറയുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ ക്ലാസ്സുകളിൽ ഇത് പറഞ്ഞിട്ട് ഏകദേശം 200ഓളം പേര് അവരുടെ വലിയ വലിയ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടു എന്ന് ഷെയ്ഖിനോട് ഇങ്ങോട്ട് അനുഭവം പറഞ്ഞിട്ടുണ്ടെന്ന് കുറച്ച് കാലങ്ങൾക്കുള്ളിൽ. അത് ഭയങ്കര സംഭവം. എന്താ ദുആ പറയേണ്ടത്? ഒന്നും ചെയ്യേണ്ട. രാത്രി നമ്മൾ ഉറങ്ങാമെന്ന് വിചാരിക്കുക, ഉറക്കത്തിൻ്റെ ഇടയ്ക്ക് മൂത്രയിക്കാനോ മറ്റോ നെറ്റി എഴുന്നേറ്റാൽ ആ സമയത്ത് ഒദു ചെയ്യേണ്ട, നിസ്കരിക്കേണ്ട, ഒന്നും വേണമെന്നില്ല. ഒറ്റ ദിക്ർ പറഞ്ഞാൽ മതി. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ അൽഹംദുലില്ലാഹ് വസുബ്ഹാനല്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന് പറഞ്ഞിട്ട് അവൻ അല്ലാഹുമ്മ ഗ്ഫിർലി എന്ന് പറഞ്ഞാൽ ആ ദുആ സ്വീകരിക്കപ്പെടും. അതല്ലാതെ വേറെ എന്ത് ദുആ ചെയ്താലും അള്ളാഹു അവന് ഉത്തരം നൽകും. ഇനി അഥവാ അവന് പറ്റുമെങ്കിൽ വദു എടുത്തിട്ട് 2 റക്അത്ത് നമസ്കരിച്ചാൽ ആ നിസ്കാരം ഉറപ്പായിട്ടും സ്വീകരിക്കപ്പെടുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇമാം ബുഖാരിയുടെ റിവായത്ത്. രാത്രി ഭയങ്കര ഒരു സമയമാണ്. അള്ളാഹുവിന് ഭയങ്കര ഇഷ്ടമുള്ള സമയമാണ്. കാരണം എല്ലാവരും ഉറങ്ങി, അവനും അവൻ്റെ അടിയാറുകളും മാത്രം ഒറ്റയ്ക്ക് സംസാരിക്കുന്ന, ഒറ്റയ്ക്ക് ഇടപെടുന്ന സമയം. അപ്പോൾ ഈ ദുആ സ്വീകരിക്കപ്പെടാൻ സാധ്യതയുള്ള സമയങ്ങളെക്കുറിച്ചുള്ള മൊത്ത ഹദീസുകൾ എടുത്തു നോക്കിയാൽ അതിലധികവും വരുന്നത് രാത്രി സമയങ്ങളിലാണ്. അടുത്തൊരു ഹദീസ് കൂടി കേൾപ്പിക്കാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ അവ ഇലാ ഫിറാഷിഹി താഹിറൻ, ശുദ്ധിയോടുകൂടി ആരെങ്കിലും തൻ്റെ വിരിപ്പിലേക്ക് പോയാൽ, യദ്കുറുല്ലാഹ ഹത്താ യുദ്രിക്കുഹു നുആസ്, അവന് ദിക്ർ ചെയ്ത് അങ്ങനെ ഉറങ്ങിപ്പോയെന്ന് വിചാരിക്കാം. എന്നിട്ട് രാത്രിയുടെ ഏതെങ്കിലും സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു മറിഞ്ഞ് കിടക്കുന്നതിനിടയിൽ അവൻ എഴുന്നേൽക്കുകയും എന്ത് ദുആ ചെയ്യുകയും ചെയ്താലും അള്ളാഹു സ്വീകരിക്കുന്നു. അതിനെന്തൊക്കെയാണ് ഷർത്ത് വേണ്ടത്? ഒതുവോടുകൂടി വരണം, ദിക്ർ പറഞ്ഞു തന്നെ കിടക്കണം. അതേ രീതിയിൽ ഉറങ്ങിപ്പോയി ആ ഉറക്കത്തിനിടയ്ക്ക് അവൻ നെറ്റി എഴുന്നേറ്റിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിഞ്ഞു മറിഞ്ഞ് കിടക്കുന്നതിനിടയിൽ എന്ത് ദുആ ചെയ്താലും അള്ളാഹു സ്വീകരിക്കുമെന്ന് ഇമാം തിർമിദി റഹിമഹുല്ലാ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. പിന്നെ അതേപോലെ ദുആ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് അള്ളാഹുവിൻ്റെ യാദൽ ജലാലി വൽ ഇക്റാം എന്ന നാമം ഉപയോഗിക്കുന്നതിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു അല്ലേ. പറ്റുമെങ്കിൽ ഇസ്മുൽ ആലം ഉപയോഗിച്ചിട്ട് ദുആ ചെയ്താൽ പെട്ടെന്ന് സ്വീകരിക്കും. അങ്ങനെ ഒരു പേരുണ്ട് അള്ളാഹുവിന്, ഇസ്മുൽ ആലം. ഇസ്മുൽ ആലമിൻ്റെ പ്രത്യേകത എന്താ? അത് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ദുആ ചെയ്താലും അള്ളാഹു സ്വീകരിക്കും. ഏതാ ഇസ്മുൽ ആലം എന്ന് വളരെ കൃത്യമായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നിട്ടില്ല. പല വാചകങ്ങളെക്കുറിച്ചും അത് ഇസ്മുൽ ആലമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഉദാഹരണത്തിൽ അബ്ദുല്ലാഹിബ്നു ബുറൈദ റളിയല്ലാഹു അൻഹുവിൻ്റെ ഹദീസിൽ കാണാം, അദ്ദേഹത്തിൻ്റെ വാപ്പ റിവായത്ത് ചെയ്യാണ്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാൾ ഇപ്രകാരം പറയുന്നത് കേട്ടു, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ബിഅന്നി ഉശ്ഹിദു അന്നക അൻതല്ലാഹ് ലാ ഇലാഹ ഇല്ലാ അൻത അൽ അഹദ് അസ്സമദ് അല്ലദീ ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ് എന്ന് പറഞ്ഞു കേട്ടു. എന്ന് പറഞ്ഞിട്ടൊരു കാര്യം ചോദിച്ചു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നീ അള്ളാഹുവിനോട് ഇസ്മുൽ ആലം വെച്ചിട്ടൊരു കാര്യം ചോദിച്ചേക്കുന്നു, ഇദാ സുഇല ബിഹി അഅതാ വ ഇദാ ദുഇയ ബിഹി അജാബ്. അള്ളാഹുവിനോട് ആ പേര് വെച്ചിട്ട് എന്ത് ചോദിച്ചാലും അള്ളാഹു കൊടുക്കും, അള്ളാഹുവിനോട് ദുആ ചെയ്താൽ അള്ളാഹു ആ ദുആക്ക് ഉത്തരം നൽകുകയും ചെയ്യും. അങ്ങനെയുള്ള ഇസ്മുൽ ആലം വെച്ചിട്ടാണ് നീ ഇപ്പോൾ ദുആ ചെയ്തതെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അയാളോട് പറഞ്ഞു. നമുക്ക് വേണമെങ്കിൽ ഒന്ന് പറഞ്ഞു വെക്കാല്ലേ, ഞാൻ പറഞ്ഞാൽ നിങ്ങൾ കൂട്ടത്തിൽ പറഞ്ഞു. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ബിഅന്നി അഷ്ഹദു അന്നക അൻതല്ലാഹ് ലാ ഇലാഹ ഇല്ലാ അൻത അൽ അഹദ് അസ്സമദ് അല്ലദീ ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. എളുപ്പമാണ് പഠിക്കാൻ. വേറൊരു സമയത്ത് ഇതേപോലെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വേറൊരാൾ പ്രാർത്ഥിക്കുന്നത് കേട്ടു. ആ സമയത്ത് അയാൾ പറയുന്നുണ്ടായിരുന്നത്, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ബിഅന്ന ലകൽ ഹംദ് ലാ ഇലാഹ ഇല്ലാ അൻത അൽ മന്നാൻ ബദീഉസ് സമാവാതി വൽ അർദ് യാ ദൽ ജലാലി വൽ ഇക്റാം യാ ഹയ്യു യാ ഖയ്യൂം എന്ന് പ്രാർത്ഥിച്ചു. ഈ പ്രാർത്ഥന കേൾക്കുന്ന ഉടനെ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് എന്താ? ഇത് കുറച്ച് വലിയ പ്രാർത്ഥന, ഇതെന്നെ കൊണ്ട് പഠിക്കാൻ പറ്റൂല. ഒരു പരിധിക്കപ്പുറമുള്ള ഏത് ദുആ കേട്ടാലും നമ്മുടെ മനസ്സിൽ ഫസ്റ്റ് ഓടിയെത്തുന്ന ചിന്ത അതാ, ഇത് കുറച്ച് വലിയ ദുആയാണ്, ഇത് എനിക്ക് പഠിക്കാൻ പറ്റൂല, ഞാനവിടെ സൈഡിലേക്ക് മാറ്റി വെച്ചു. അതുകൊണ്ട് നമുക്ക് നഷ്ടമാകുന്നത് ഒരുപാട് ഖൈറാത്തുകളാണ്. ഇത് നമ്മൾ കാണാതെ പഠിക്കണമെന്നില്ല. നമ്മൾ എഴുതി വെക്കുക, അല്ലെങ്കിൽ ഫോട്ടോ എടുക്കുക, അല്ലെങ്കിൽ ഞാൻ തന്നെ അയച്ചു തരാം. എന്നിട്ട് ഒരു 10 ദിവസം നമ്മളിത് നോക്കിയിട്ട് പറയാം. 10 ദിവസം, 11ാമത്തെ ദിവസം നിങ്ങൾ പറയാൻ വേണ്ടി ഇരിക്കുമ്പോൾ പകുതിയെ നോക്കേണ്ടി വരും, ഫുൾ നോക്കേണ്ടി വരില്ല.
15 ദിവസം കഴിഞ്ഞ് 16 ദിവസം നിങ്ങൾ നോക്കി പറയാനിരിക്കുമ്പോൾ മുക്കാ ഭാഗവും നിങ്ങൾക്ക് നോക്കേണ്ടി വരില്ല, കാ ഭാഗമേ നോക്കേണ്ടി വരും. 20 ദിവസം കഴിഞ്ഞിട്ട് 21ാമത്തെ ദിവസം നിങ്ങൾ പറയാനിരിക്കുമ്പോൾ ഒന്നും നോക്കേണ്ടി വരില്ല. നിങ്ങൾ കാണാതെ പഠിച്ചിട്ടുമില്ല, എന്നാലൊട്ട് നിങ്ങൾ കാണാതെ പഠിക്കുകയും ചെയ്തു. വലിയ വലിയ ദുആക്കൾ ഇത് ഭയങ്കര കഷ്ടമുള്ളതാണ്, മനഃപ്പാഠമാക്കാൻ പ്രയാസമുള്ളതാണ് എന്ന് വിചാരിച്ച് നമ്മൾ ഒരിക്കലും ഒഴിവാക്കരുത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ വളരെ പ്രാധാന്യത്തോടു കൂടി പഠിപ്പിച്ച ഒരുപാട് ദുആക്കളുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഇസ്മുൽ അഅ്ലം എന്ന് പറഞ്ഞ് റിവായത്ത് ചെയ്യപ്പെട്ടിട്ടുള്ള പേരുകൾ, ആ ദുആക്കൾ വെച്ചിട്ടും നമ്മൾ ചോദിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. പിന്നെ 2-3 ട്രിക്കും കൂടി പറഞ്ഞു തന്നിട്ട് നിർത്തുക ദുആയുമായി ബന്ധപ്പെട്ടിട്ട്. നമ്മൾ ദുആ ചെയ്യാനിരുന്നു, സമയം കുറച്ചേ ഉള്ളൂ, ആവശ്യങ്ങൾ ഒരുപാടുണ്ട്, ചോദിക്കാൻ ഒരുപാടുണ്ട്. എന്താ ചെയ്യുക? എല്ലാത്തിനും പരിഹാരം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നിട്ടുണ്ട്, അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസുകൾ മുന്നിൽ വെച്ചിട്ട് മഹാന്മാരെ നമുക്ക് വ്യക്തമാക്കി തന്നിട്ടുണ്ട്. നമുക്ക് ചോദിക്കാൻ ഒരുപാടുണ്ട്, പറയാൻ ഒരുപാടുണ്ട്, പക്ഷേ സമയം കുറച്ചേ ഉള്ളൂ, പെട്ടെന്ന് പോകണം, അല്ലെങ്കിൽ ആ സ്വീകരിക്കപ്പെടുന്ന സമയം പെട്ടെന്ന് തീരും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? 2 കാര്യങ്ങൾ ചെയ്യാം. ഒന്ന്, റബ്ബന ആതിന ഫിദ്ദുന്യ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ എന്ന ദുആ പറയാം. നമസ്കാരത്തിൽ അറബി അറിയില്ലെങ്കിലും നമുക്ക് ഈ ദുആ പറയാം. ഈ ദുആ എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ റബ്ബന ആതിന ഫിദ്ദുന്യ ഹസന, ദുനിയാവിൽ നീ ഹസനത്ത് നൽകണേ എന്ന് പറയുമ്പോൾ നമ്മുടെ ദുന്യവിയായ മുഴുവൻ ആഗ്രഹങ്ങളും മനസ്സിൽ ചിന്തിച്ചാൽ മതി. വഫിൽ ആഖിറതി ഹസന എന്ന് പറയുമ്പോൾ ആഖിറത്തിലുള്ള നമ്മുടെ മുഴുവൻ ആഗ്രഹങ്ങളും മനസ്സിൽ ചിന്തിച്ചിട്ട് ഈ ദുആ ആവർത്തിച്ചുകൊണ്ടേ ഇരുന്നാൽ അതിലൂടെ നമുക്ക് ബാക്കിയെല്ലാം കിട്ടും, സമയമില്ലെങ്കിൽ. അത് നമുക്ക് അധികം പേർക്കും അറിയാവുന്നതാണ്. 2ാമത്തേത്, സമയം വളരെ കുറവാണ്, കുറച്ച് സമയമേ ഉള്ളൂ, കുറേ ആവശ്യങ്ങൾ നമുക്ക് ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ഒരു ദുആ, അത് ലൈലത്തുൽ ഖദ്റുമായിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ പരിചയിച്ച അല്ലാഹുമ്മ ഇന്നക അഫൂൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി എന്നുള്ള ദുആ. നമുക്ക് വലിയൊരു അബദ്ധം പറ്റിയിട്ടുണ്ട്. നമ്മൾ റമളാനിൽ മാത്രമേ ആ ദുആയെക്കുറിച്ച് ഓർമ്മിക്കൂ. ലൈലത്തുൽ ഖദ്റിൽ മാത്രം, അല്ലെങ്കിൽ അവസാനത്തെ 10 മാത്രമേ നമ്മൾ ആ ദുആ പറയാറുള്ളൂ. അവസാനത്തെ 10 മുമ്പിലുള്ള 2 10 പോലും നമ്മൾ ആ ദുആ പറയാറില്ല. അങ്ങനെയല്ല. ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്, ഇദാ കുൻത തദ്ഉ, നീ ദുആ ചെയ്യാണ്, വളാക അലൈക്കൽ വഖ്തു, പക്ഷേ സമയം ഭയങ്കര ഇടുക്കം, വതസാഹമത് ഫീ ഖൽബിക ഹവായിജുക, പക്ഷേ നിൻ്റെ മനസ്സിൽ ഒരുപാട് ആവശ്യങ്ങൾ ഇങ്ങനെ തികട്ടി വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഫജ്അൽ കുല്ല ദുആയിക, നിൻ്റെ ദുആ മുഴുവനും നീ ആക്കണം അയ്യഅഫു അല്ലാഹു അൻക, അല്ലാഹു എനിക്ക് അഫു ചെയ്യണേ എന്നാക്കിയാൽ മതി. കാരണം ഫഇൻ അഫ അൻക അതത്ക ഹവായിജുക മിൻ ദൂനി മസ്അല, അല്ലാഹു നിനക്ക് അഫു തന്നാൽ നിൻ്റെ ആവശ്യങ്ങൾ മുഴുവനും ചോദിക്കാതെ നിനക്ക് കിട്ടുമെന്ന്. അല്ലാഹു അക്ബർ. അപ്പം അഫു ചില്ലറക്കാരിയല്ല. അള്ളാഹു അങ്ങനെ അഫു ചെയ്ത് കിട്ടിയാൽ നമ്മുടെ ആവശ്യങ്ങൾ നമ്മൾ ചോദിക്കാതെ അള്ളാഹു സുബ്ഹാനഹു വ തആല തരും. ഇപ്പോൾ റമളാനിന് ശേഷം അല്ലാഹു ഇന്നക അഫു എന്നുള്ള ദുആ ഒരിക്കലും ഉപേക്ഷിക്കരുത്. ഷെയ്ഖ് അബ്ദുർ റസാഖ് അൽ ബദർ, മദീനത്തെ പ്രധാനപ്പെട്ട ഷെയ്ഖ്, മസ്ജിദ് നബവിയിൽ ക്ലാസ് എടുക്കുന്ന ഷെയ്ഖ് അബ്ദുൽ മുഹ്സിൻ അൽ അബ്ബാദ് റഹിമഹുല്ലാ, അദ്ദേഹത്തിൻ്റെ മകനാണ് ഈ അബ്ദുർ റസാഖ് അൽ ബദർ ഹഫിളഹുല്ലാ. അദ്ദേഹം പറയുന്നുണ്ട്, ഒരിക്കൽ ഞാനും എൻ്റെ വാപ്പയും എൻ്റെ ഉപ്പാപ്പയും കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഒരു റമളാനിൻ്റെ അവസാനത്തെ 10 ഒറ്റ രാത്രികളിലൊന്നിൽ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി മസ്ജിദ് നബവിയിൽ ഖിയാമുൽ ലൈൽ നമസ്കരിക്കാൻ വേണ്ടി പോവാം. അപ്പോൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി ഞങ്ങളിങ്ങനെ വണ്ടി കയറാൻ വേണ്ടി പോകുമ്പോൾ മദീനത്ത് കുറച്ച് അപ്പുറത്ത് കുറച്ച് ചെറുപ്പക്കാർ ഒരു വണ്ടിയുടെ ചുറ്റും ഇങ്ങനെ കൂടി നിന്നിട്ട് ആ വണ്ടിയിൽ സ്പീക്കറിൽ ഒച്ചത്തിൽ ഇങ്ങനെ പാട്ട് വെച്ചിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ബേജാറായിപ്പോയി, പേടിയായിപ്പോയി. ഒറ്റ രാത്രിയിൽ, ലൈലത്തുൽ ഖദറാകാൻ സാധ്യതയുള്ള രാത്രിയിൽ, ഖിയാമുൽ ലൈലിൻ്റെ സമയത്ത്, അള്ളാൻ്റെ ഹബീബിൻ്റെ നാട്ടിൽ, ഇത്രയും പുണ്യമാക്കപ്പെട്ട സമയത്ത്, സ്ഥലത്ത് ഇത്രയും ഒച്ചത്തിൽ പാട്ട് വെച്ച് മ്യൂസിക് വെച്ചിട്ട് അങ്ങനെ നിൽക്കുന്ന കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ബേജാറായി. ഞാൻ അവരുടെ അടുക്കലേക്ക് പോയി, അവരോട് പറഞ്ഞു, നിങ്ങൾ നിസ്കരിക്കാൻ പോകുന്നില്ലെങ്കിലും നിങ്ങൾ വേറൊന്നും ചെയ്യുന്നില്ലെങ്കിലും ഈ പണിയൊന്ന് നിർത്തിക്കൂടെ, പാട്ടൊന്നും കുറച്ച് വെച്ചൂടെ, ശബ്ദമൊന്നും കുറച്ച് വെച്ചൂടെ, ഈ പ്രധാനപ്പെട്ട സമയമല്ലേ, പ്രധാനപ്പെട്ട നാടല്ലേ എന്നൊക്കെ പറഞ്ഞ് കുറച്ച് 2-3 വാക്കുകൾ അവരോട് പറഞ്ഞു. അവർ പെട്ടെന്ന് പാട്ട് കുറച്ചു, പെട്ടെന്ന് കേട്ടു. എന്നിട്ട് ചോദിച്ചു, ഈ സമയം ഇത് ലൈലത്തുൽ ഖദർ ആകാൻ സാധ്യതയുള്ള രാത്രിയാണ്, അഥവാ ലൈലത്തുൽ ഖദർ ആണെങ്കിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാനായി നമുക്കൊരു ദുആ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്, നിങ്ങൾക്ക് ഞാനത് പറഞ്ഞു തരട്ടെ? അവർ പറഞ്ഞു, പറഞ്ഞു തന്നു. അയാൾ അല്ലാഹുമ്മ ഇന്നക അഫൂൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി എന്ന ദുആ പറഞ്ഞു കൊടുത്തു. മനപ്പാടാക്കിയോ? അവർ മനപ്പാടാക്കി. എന്നാ പറ. നോക്കുമ്പോൾ ശേഖർക്ക് പറയാൻ കിട്ടുന്നില്ല. ഷെയ്ഖ് ഒന്നുകൂടി പറഞ്ഞു കൊടുത്തു, അല്ലാഹുമ്മ ഇന്നക അഫൂൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. അയാൾ മനപ്പാടാക്കി. അത്രേ ഉള്ളൂ. ഷെയ്ഖ് അത് പറഞ്ഞ് അവർക്കത് പഠിപ്പിച്ചു കൊടുത്ത് തിരിച്ചുപോയി. ഷെയ്ഖ് പറയാ, പിന്നീട് ഞാൻ ഈ സംഭവം അങ്ങനെ തന്നെ മറന്നു, എനിക്ക് ഓർമ്മയില്ല. സാധാരണ ഒരു സംഭവമല്ലേ, വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ സംഭവിച്ച സംഭവം. പിന്നെ 4-5 വർഷങ്ങൾക്ക് കഴിഞ്ഞ് ഞാൻ സൗദിയിലെ തന്നെ വേറൊരു ദഅവിയായ പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് പോയി. അപ്പോൾ ആ പരിപാടി നടത്തുന്നത് ഒരു പറ്റം ചെറുപ്പക്കാരാണ്.
ആ പരിപാടി സംഘടിപ്പിക്കുന്ന സംഘാടകരിൽപ്പെട്ട ഒരു ചെറുപ്പക്കാരൻ, നല്ല താടിയൊക്കെ വെച്ച് നല്ല ദീനിയായ കോലത്തിലുള്ള ഒരു ചെറുപ്പക്കാരൻ എൻ്റെ അടുക്കലേക്ക് വന്നു പരിപാടി കഴിഞ്ഞിട്ട്. എന്നിട്ട് എന്നോട് വളരെ രഹസ്യമായിട്ട് ചോദിച്ചു, ഷേഖേ, 4-5 വർഷം മുമ്പ് നടന്ന ഇന്ന ഒരു സംഭവം അങ്ങേക്ക് ഓർമ്മയുണ്ടോ? ഈ സംഭവത്തെക്കുറിച്ച് ഞങ്ങൾ കുറച്ച് ആൾക്കാർ ഇങ്ങനെ രാത്രി പാട്ട് വെച്ച് അവരുടെ അടുക്കൽ അങ്ങ് വന്നിട്ട് അവർക്കൊരു ദുആ പഠിപ്പിച്ച് തന്നിട്ട് പോയത് ഓർമ്മയുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോഴേ ഷേഖ് ഓർത്തെടുക്കുന്നത്, ഓർമ്മയുണ്ട്, അങ്ങനെ ഒന്നും സംഭവിച്ചിട്ടുണ്ടല്ലോ. ഈ മനുഷ്യൻ പറയും, ഈ ദീനിയായ ഇൽമിൻ്റെ മാർഗത്തിൽ ബന്ധപ്പെട്ട് കിടക്കുന്ന ഈ മനുഷ്യൻ പറഞ്ഞു, ഷേഖേ, ഞാൻ ആ കൂട്ടത്തിലുള്ള ആളുകളിൽ ഒരാളാണ്. അന്നത്തെ രാത്രി എൻ്റെ ജീവിതം മാറ്റിമറിച്ചു. ഞാൻ വേറൊന്നും ചെയ്തില്ല, അങ്ങ് പറഞ്ഞ ആ ദുആ ഇല്ലേ, അങ്ങ് പറഞ്ഞതിൻ്റെ പേരിലാണ് പറയാൻ തുടങ്ങിയെങ്കിലും ഞാൻ അത് മുറുകെ പിടിച്ചു. അല്ലാഹുമ്മ ഇന്നക അഫൂൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. ആ ദുആയിലൂടെ എൻ്റെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായി. പാപങ്ങളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല വെറുപ്പ് തന്നു, ദീനുമായിട്ട് അടുപ്പിച്ചു, ബാക്കിയുള്ള എല്ലാ ഖൈറാത്തുകളും തന്നു. ഇപ്പം ഞാൻ അൽഹംദുലില്ലാഹ് ഈ കോലത്തിൽ ഈ രീതിയിലാണ് ജീവിക്കുന്നത് എന്ന് പറഞ്ഞു. ചില്ലറക്കാരിയല്ല. അല്ലാഹുമ്മ ഇന്നക അഫൂൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി എന്ന് പറയുന്ന ദുആ ചില്ലറക്കാരിയല്ല. പിന്നെ വേറെയുണ്ട് സ്വീകരിക്കപ്പെടുന്ന ദുആ. യാത്രക്കാരൻ്റെ ദുആ സ്വീകരിക്കപ്പെടും, നോമ്പുകാരൻ്റെ ദുആ സ്വീകരിക്കപ്പെടും. നമുക്കിനി തീരെ പ്രശ്നം പരിഹരിക്കപ്പെടുന്നില്ല, അങ്ങനെയാണെങ്കിൽ ഒരു തിങ്കളാഴ്ചയോ വ്യാഴാഴ്ചയോ നോമ്പ് നേർച്ചയാക്കുക, നോമ്പ് പിടിക്കുക, നോമ്പുകാരനായിക്കൊണ്ട് ദുആ ചെയ്യുക. പിന്നെ മുൽത്തർ, ഗതിമുട്ടി പ്രാർത്ഥിക്കുന്നവൻ്റെ പ്രാർത്ഥനയ്ക്ക് പെട്ടെന്ന് ഉത്തരം കിട്ടും. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് വേഗം ഉത്തരം ചെയ്യും. പിന്നെ നമ്മൾ അടുത്തത് ശീലിക്കേണ്ടത്, എന്താവശ്യമുണ്ടെങ്കിലും അള്ളാഹുവിനോട് ചോദിച്ച് പരിശീലിക്കണം. മഹാന്മാരെ കുറിച്ച് പറയുന്നുണ്ട്, വീട്ടിൽ ഉപ്പ് തീർന്നാൽ പോലും അള്ളാഹുവിനോട് ചോദിക്കുമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് നമ്മളല്ലേ. അപ്പോൾ നമുക്ക് ദുന്യവിയായ ആവശ്യങ്ങൾ ഉണ്ടെങ്കിലും അള്ളാഹുവിനോട് ചോദിക്കണം, മടിക്കണ്ട. നമുക്ക് കാറ് വേണം, നമ്മൾ സക്കരിയ നബീനെ പറഞ്ഞല്ലോ, നമുക്ക് കാറ് വേണം, ആ കാറ് കുറച്ച് കൂടിയ കാറ് വേണമെന്ന് ആഗ്രഹം, നമുക്ക് നമ്മുടെ റബ്ബിനോട് ചോദിച്ചൂടെ? ബാക്കിയുള്ളവർ ചിലപ്പോൾ ഒച്ചത്തിൽ പ്രാർത്ഥിച്ചാൽ ബാക്കിയുള്ളവർ കേട്ടാൽ കളിയാക്കാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഓൻ്റെ അടുക്കൽ ഒരു ആക്റ്റീവോ പോലും ഇല്ലാത്ത ഓന് ഇനി കാറ് നിദാഅൻ ഖഫിയ, പതുക്കെ വിളിച്ചാൽ മതി. സക്കരിയ നബി നമുക്ക് ഒരു മാതൃക കാണിച്ചതില്ല, നമ്മൾ ആദ്യത്തെ ദിവസങ്ങളിൽ പറഞ്ഞില്ലേ, നിദാഅൻ ഖഫിയ. നമ്മുടെ എല്ലാ ആവശ്യങ്ങളും അള്ളാഹുവിനോട് പറയാം, ആഗ്രഹങ്ങൾ അള്ളാഹുവിനോട് പറയാം. അള്ളാഹുവിൻ്റെ മുന്നിൽ ഒന്നും വലുതല്ല, അള്ളാഹുവാണല്ലോ ഏറ്റവും വലുത്. അപ്പോൾ നമ്മൾ ദുനിയവിയായ മുഴുവൻ ആവശ്യങ്ങളും അള്ളാഹുവിനോട് ചോദിക്കണം. പക്ഷേ ഞാനത് പറയാനല്ല പറഞ്ഞത്. ചോദിക്കുമ്പോൾ ഒരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. വലിയ കാറിന് ചോദിക്കാം, വലിയ ബംഗ്ലാവിന് ചോദിക്കാം, ഒക്കെ ചോദിക്കാം. പക്ഷേ പടച്ചോനെ എനിക്ക് ഖൈറാണെങ്കിൽ മാത്രം തരണേ എന്ന് പറയണം. നമ്മൾ ഇന്നലെ പറഞ്ഞതുമായി ബന്ധപ്പെടുത്തിയിട്ട് ദുനിയവിയായ ആവശ്യങ്ങൾ ചോദിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, എനിക്ക് ഖൈറാണെങ്കിൽ നീ എനിക്ക് തരണേ എന്ന് പറയാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കണം. മറ്റേ ചെക്കൻ പറഞ്ഞ പോലെ പറയരുത്. മറ്റേ ചെക്കൻ എന്താ പറഞ്ഞത്? നമ്മുടെ ഒരു സുഹൃത്ത് ഒരു പെണ്ണിനെ ഭയങ്കര ഇഷ്ടമായി, ആ പെണ്ണിനെ കല്യാണം കഴിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം. അപ്പോൾ അവനിങ്ങനെ ഇരുന്ന് ദുആ ചെയ്യാൻ തുടങ്ങി, അല്ലാഹുവേ, ഇന്ന പെണ്ണിനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, അവളെ കല്യാണം കഴിക്കണം. അഥവാ അവളാണ് എനിക്ക് ഖൈറെങ്കിൽ അവളെ നീ എനിക്ക് കെട്ടിച്ചേരണേ. ഇനി അഥവാ അവളല്ല എനിക്ക് ഖൈറെങ്കിൽ എവിടെയാണോ ഖൈറ് ആ ഖൈർ അവിടെ നിന്ന് എടുത്തിട്ട് ഈ പെണ്ണിൽ വെച്ചിട്ട് ഈ പെണ്ണിന് തന്നെ എനിക്ക് കെട്ടിച്ചേരണേ. അത് പറ്റൂല, അത് ചെയ്യരുത്. അത് അള്ളാഹുവോട് ചോദിക്കുന്നതിൻ്റെ ശരിയായ മര്യാദയല്ല. അള്ളാഹുവേ, എനിക്കിത് ഖൈറാണെങ്കിൽ നീ എനിക്ക് തരണേ, അഥവാ ഇത് ഖൈറല്ലെങ്കിൽ ഇതിനെ തെറ്റിച്ചിട്ട് ഏതാണോ ഖൈർ അത് നീ എനിക്ക് തരണേ എന്ന് നമ്മൾ ദുആ ചെയ്ത് ശീലിക്കണം. അത് ദുആ ചെയ്താൽ അതാണ് മര്യാദ, അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഒന്നാമത്തത്. രണ്ടാമത്തത്, നമ്മുടെ ഒരുപാട് ടെൻഷനുകൾ ഒഴിച്ചിട്ടുണ്ട്. ഇപ്പോൾ മിന്നാന്ന് നമ്മളൊരു കൊച്ചുമ്മ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ ഇത്രയും കാലമായിട്ട് റമദാനിലേക്ക് ഇന്ന കാര്യം ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, എന്താ അത് കിട്ടാത്ത? ഈ ഒരു ടെൻഷൻ നമുക്ക് എല്ലാവർക്കും ഉണ്ടല്ലേ, ഞാൻ ചോദിച്ചിട്ട് എന്താ കിട്ടാത്ത? പക്ഷെ ആ ചോദിക്കുമ്പോൾ അള്ളാഹുവേ ഖൈറാണെങ്കിൽ തരണേ എന്ന് പറഞ്ഞ് ചോദിച്ചാൽ അത് നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ യഖീനായാൽ, അഥവാ കിട്ടാതിരുന്നാൽ നമ്മളെന്ത് വിചാരിച്ചാൽ മതി? അതെനിക്ക് ഖൈറല്ല. നമ്മൾ ഇന്നലെ പറഞ്ഞല്ലോ, ഐ ഹാവ് എ ബെറ്റർ പ്ലാൻ ഫോർ യു, ഇതിനേക്കാൾ ഒരു ബെറ്ററായ പ്ലാൻ നിനക്ക് ഞാൻ കണ്ടുവച്ചിട്ടുണ്ട് എന്ന് ചിന്തിച്ചാൽ മതി. വലിയ ടെൻഷനുകൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു കിട്ടും. അപ്പോൾ ദുന്യവിയായ കാര്യം നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കുന്നുണ്ടെങ്കിൽ ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം. അള്ളാഹുവേ, എനിക്ക് ഖൈറാണെങ്കിൽ മാത്രം നീ എനിക്ക് തരണേ, അഥവാ എനിക്ക് ഖൈറല്ലെങ്കിൽ അതിനെ തൊട്ട് നീ എന്നെ തെറ്റിച്ച് കളയണേ എന്ന് നമ്മൾ ദുആ ചെയ്യണം. ദുആയുമായി ബന്ധപ്പെട്ട് പെട്ടെന്ന് ഓർമ്മ വന്ന കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ തട്ടിക്കൂട്ടികളുമായിട്ട് പങ്കുവച്ചതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. റമദാൻ വളരെ നല്ല രീതിയിൽ പൂർത്തീകരിക്കുന്ന നല്ല അടിയാറുകളിൽ അള്ളാഹു നമ്മെ അവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാ കാര്യവും അള്ളാഹുവിനോട് ചോദിച്ചു വാങ്ങുന്ന ശീലമുള്ള നല്ല അടിയാറുകളിൽ അള്ളാഹു നമ്മെ അവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.